നമസ്കാരം, CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. തൃശൂർ ജില്ലയിലും ഷിഗല്ല ആശങ്ക. വടക്കാഞ്ചേരി മംഗലം സൗത്ത് കനാൽ പാലം പരിസരത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലിശ്ശേരി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തെ ആരോഗ്യ രംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ കോർത്തിണക്കി ആധുനികവൽക്കരിക്കുമെന്ന VT ബൽറാം MLA. കുന്നത്ത് ആശുപത്രി എന്ന മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചാലിശ്ശേരി CHCയെ ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയർത്തുവാൻ ത്വരിതഗതിയിലുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്നും MLA. ആവേശത്തിരയിളക്കി 23ാം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ. വിവിധങ്ങളിൽ വിളംബര ഘോഷയാത്രയും ഷൂട്ടൌട്ട് മത്സരങ്ങളും സജീവം. അർജന്റീനയുടെ വർണ്ണങ്ങൾ പൂർണ്ണമായും പതിപ്പിച്ച മിനി കൂപ്പർ കാറുമായി ഷഹ്സാദിന്റെ ആവേശയാത്ര. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി മംഗലം സൗത്ത് കനാൽ പാലം പരിസരത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ ആരോഗ്യ നില മെച്ചപ്പെട്ടിട്ടുണ്ട്. വടക്കാഞ്ചേരി മംഗലം സൗത്ത് കനാൽ പാലം പരിസരത്ത് 4ഉം 7ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ജില്ലയിൽ മുമ്പും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും വടക്കാഞ്ചേരി നഗരസഭയിൽ ആദ്യമായാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്നത്. മധുര സ്വദേശിനിയായ മാതാവിനൊപ്പം തമിഴ്നാട്ടിലായിരുന്ന കുട്ടികൾ കഴിഞ്ഞ 8-ാം തീയതിയാണ് മംഗലത്തെത്തിയത്. അതിനാൽ തന്നെ എവിടുന്നാണ് രോഗം പിടിപെട്ടതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പരിസരത്തെ ജലസ്രോതസ്സുകളിൽ നിന്നെല്ലാം ആരോഗ്യവകുപ്പ് അധികൃതർ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുടുംബം വെള്ളം തിളപ്പിക്കാതെയാണ് ഉപയോഗിച്ചിരുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 4 ദിവസത്തിനകം കുടിവെള്ള സാമ്പിളുകളുടെ പരിശോധനാഫലം ലഭ്യമാകുമെന്നാണ് അറിയുന്നത്. രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അണുബാധ കണ്ടെത്തിയതിനെ തുടർന്ന് പാർലിക്കാട്, മംഗലം, പരുത്തിപ്ര എന്നിവിടങ്ങളിൽ എല്ലാം വടക്കാഞ്ചേരി നഗരസഭയുടെയും മുണ്ടത്തിക്കോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായി 10-ാം കല്ല് പരിസരത്ത് വെച്ച് ഇന്റർസെക്ടർ മീറ്റിംഗും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുണ്ടത്തിക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MF പോൾ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യോഗത്തിൽ ഡിവിഷൻ കൗൺസിലർ SA ആസാദ്, മുൻ കൗൺസിലർ PR അരവിന്ദാക്ഷൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ വിജയ് ചന്ദ്രൻ, LHI MR സജിത, കുടുംബശ്രീ പ്രവർത്തകർ, ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താലയിലും ഓപ്പറേഷൻ തൂഫാൻ. വീട്ടിൽ നടത്തിയ പരിശോധനയിൽ MDMA പിടികൂടി. തൃത്താല പടിഞ്ഞാറങ്ങാടി കോക്കാട് പണിക്കർപ്പടി സ്വദേശി 34 വയസ്സുള്ള ഷമീമിനെയാണ് പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ വീട്ടിൽ നിന്ന് രാസലഹരി പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പരിശോധനയിൽ പ്രതിയുടെ വീട്ടിൽ നിന്ന് ഒളിപ്പിച്ച നിലയിൽ 2.3 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആലൂർ, പടിഞ്ഞാറങ്ങാടി എന്നിവിടങ്ങളിൽ നിന്നായി ഹാൻസ് ഉൾപ്പെടെയുള്ള പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് പിടികൂടിയിരുന്നു. ലഹരിവേട്ട വരും ദിവസങ്ങളിലും കർശനമായി തുടരുമെന്ന് തൃത്താല SI ജഫിൻ രാജ് അറിയിച്ചു. തൃത്താല പോലീസ് സ്റ്റേഷൻ SIമാരായ ജഫിൻ രാജ്, ഹംസ, ASI ദേവികി, CPOമാരായ മുനീർ, പ്രവീൺ, ശരത്ത്, ഡാൻസ് ഓഫ് ടീം എന്നിവരുടെ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ലഹരിക്കെതിരെ കായിക ലഹരി. അടിക്കാം ലഹരിക്കെതിരെ ഒരു സൂപ്പർ ഗോൾ ബോധവൽക്കരണം ശ്രദ്ധേയമായി. കുന്നംകുളം പോർക്കളേങ്ങാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും റെഡ് ആർമി ഇഞ്ചിക്കുന്നിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അടിക്കാം ലഹരിക്കെതിരെ ഒരു സൂപ്പർ ഗോൾ എന്ന പേരിൽ ബോധവൽക്കരണമൊരുക്കി. ജനപ്രതിനിധികളായ ദിവ്യ സുരേഷ്, അനൂപ് ചന്ദ്രൻ എന്നിവർ ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗം തടയുന്നതിൽ സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കുമുള്ള പങ്കിനെക്കുറിച്ചും എക്സൈസ് ഓഫീസർ സുനിൽകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ആരോഗ്യകരമായ ജീവിതശൈലിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഡോക്ടർ സ്വാതി ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ചടങ്ങിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. കൌമാരക്കാർ ഇന്ന് നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ, മാനസികാരോഗ്യ സംരക്ഷണം, ജീവിത നൈപുണ്യങ്ങൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിൽ അഡോൾസൺ കൌൺസിലർ റിൻഡു ക്ലാസ് എടുത്തു. കൂടാതെ ഫുട്ബോൾ ആവേശത്തെ ലഹരിവിരുദ്ധ പോരാട്ടവുമായി കോർത്തിണക്കിക്കൊണ്ട് ജൂൺ 20 വരെ നീണ്ടുനിൽക്കുന്ന ലോകകപ്പ് വിജയി പ്രവചന മത്സരത്തിനും ചടങ്ങിൽ തുടക്കമായി. പോർക്കളേങ്ങാട് നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, യുവജനങ്ങൾ, നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.
പുന്നീർകുളം പനന്തറ അവനോട് ഭാര്യയെ ആക്രമിക്കുകയും ഭാര്യ പിതാവിനെ ചില്ലുകൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ. പത്തനംതിട്ട കലഞ്ഞൂർ പുത്തൻ വീട്ടിൽ അൽത്താഫിനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. വ്യാഴാഴ്ച രാത്രി 10:30 അൽത്താഫിന്റെ ഭാര്യ ഷഫീലയെ അവരുടെ വീട്ടിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. കരിങ്കൽ ഉപയോഗിച്ച് വീടിന്റെ മുൻവാതിൽ തല്ലി തകർക്കുകയും ജനൽ ചില്ല് അടിച്ചു പൊട്ടിക്കുകയും ചെയ്തു. ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് ഷഫീലയുടെ പിതാവ് മുക്കണ്ടത്ത് ഹംസയെ ചില്ലുപയോഗിച്ച് കുത്തിയത്. അൽത്താഫ് ഷഫീലയെ ഉപദ്രവിക്കുന്നത് സ്റ്റേഷനിൽ പരാതിപ്പെട്ടതിന്റെ വിരോധത്തിലായിരുന്നു അക്രമമെന്ന് പോലീസ് പറഞ്ഞു. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലിശ്ശേരി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തെ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ആധുനികവൽക്കരിക്കുമെന്ന് VT ബൽറാം MLA പറഞ്ഞു. CHCയിൽ സന്ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ OP കെട്ടിടം, നഴ്സിംഗ് സ്റ്റേഷൻ, ഡയാലിസിസ് സെന്റർ, രോഗികളുടെ കിടത്തി ചികിത്സാ കെട്ടിടം, കോൺഫറൻസ് ഹാൾ, ഫാർമസി, പാലിയേറ്റീവ് വിഭാഗം, കുത്തിവെപ്പ് കേന്ദ്രം, ഓഫീസ് കെട്ടിടം, സ്റ്റാഫ് ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ എന്നിവ സന്ദർശിച്ച MLA പഴയ കെട്ടിടങ്ങൾ പൊളിച്ച് പുതിയത് നിർമ്മിക്കുന്നതിനും നിലവിലുള്ള പുതിയ കെട്ടിടങ്ങൾ കൂടുതൽ സൌകര്യപ്രദമാക്കുന്നതിനും വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആശുപത്രി അധികൃതരിൽ നിന്നും ആരാഞ്ഞു. താൻ MLAയും ET മുഹമ്മദ് ബഷീർ MPയുമായിരുന്ന കാലഘട്ടത്തിൽ സർക്കാർ തലത്തിൽ ആദ്യമായി കൊണ്ടുവന്ന ഡയാലിസിസ് സെന്റർ നൂറുകണക്കിന് പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സഹായകരമായതിനു പുറമെ കേരളത്തിന് മാതൃകയായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും VT ബൽറാം പറഞ്ഞു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ MLAയുടെ ഇടപെടൽ മൂലമുണ്ടാകുന്ന പുതിയ വികസന മാറ്റങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും കഴിയാവുന്ന പരമാവധി ഫണ്ട് നീക്കിവെക്കുമെന്നും ആശുപത്രി സന്ദർശനത്തിൽ MLAയ്ക്കൊപ്പമുണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉറപ്പു നൽകി. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷക്കീന അക്ബർ, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, പഞ്ചായത്ത് അംഗങ്ങൾ, ആശുപത്രി സൂപ്രണ്ട് MS ശ്രീകുമാർ തുടങ്ങിയവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. താൽക്കാലികമായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ആശുപത്രി അധികൃതർ MLAയ്ക്ക് കൈമാറി. കുന്നത്ത് ആശുപത്രി എന്ന മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയർത്തുന്നതിന് ത്വരിതഗതിയിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് VT ബൽറാം പറഞ്ഞു. കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാത മുണ്ടൂരിൽ നിയന്ത്രണം വിട്ട കാർ കാനയിലേക്ക് വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മുണ്ടൂർ മനപ്പടിയിൽ ഇന്ന് രാവിലെ 6:30യോടെയാണ് സംഭവം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ടാക്സി കാറാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന വാഹനം പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമായതെന്ന് പറയുന്നു. ഈ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിച്ചതോടെ നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിടിക്കുകയും വീതിയും ആഴവുമേറിയ കാനയിലേക്ക് പതിക്കുകയുമായിരുന്നു. കാറിലെ യാത്രക്കാർ അത്ഭുതകരമായാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. വാഹനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. കാർ പിന്നീട് ക്രെയിൻ എത്തിച്ച് കാനയിൽ നിന്ന് പുറത്തെടുത്തു. LDF ഭരണസമിതി നടപ്പിലാക്കിയ ക്ലീൻ പുന്നയൂർ പദ്ധതി നിർത്തലാക്കാൻ നിലവിലെ UDF ഭരണസമിതി തീരുമാനിച്ചത് പഞ്ചായത്ത് നിവാസികളോടുള്ള വെല്ലുവിളിയാണെന്ന് LDF ആരോപിച്ചു. പൊതുനിരത്തുകളിൽ പുൽച്ചെടികൾ വളർന്ന് കാടുകളായി അതിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞ് തെരുവുനായകളുടെ ശല്യമുണ്ടാവുകയും മദ്രസയിലേക്കും സ്കൂളുകളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും തുടർച്ചയായി തെരുവുനായ്ക്കൾ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായപ്പോഴാണ് 2022-2023 സാമ്പത്തിക വർഷത്തിൽ LDF ഭരണസമിതി ക്ലീൻ പുന്നയൂർ പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്തിലെ എല്ലാ പൊതുനിരത്തുകളും പൊതുവഴികളും തുടർച്ചയായി വൃത്തിയാക്കി വരുന്ന പദ്ധതിയാണ് ക്ലീൻ പുന്നയൂർ. 6 തൊഴിലാളികൾക്ക് തുടർച്ചയായി ജോലി ലഭിക്കുന്ന പദ്ധതി കൂടിയാണിത്. ഇതാണ് ഇപ്പോൾ പുതിയ ഭരണസമിതി നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. LDF അംഗങ്ങൾ പദ്ധതി തുടരണമെന്നാവശ്യപ്പെട്ടുവെങ്കിലും ഭരണസമിതി ഭൂരിപക്ഷ പ്രകാരം നിർത്തലാക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. LDF ഭരണസമിതി നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ നിർത്തലാക്കുക എന്ന UDFന്റെ രാഷ്ട്രീയ വിരോധ നയം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ LDF അംഗങ്ങളായ ബാബു മാസ്റ്റർ, ഷൈബ ദിനേശൻ, ഷഫീന മുനീർ, ഫൗസിയ ഹാഷിം, ഷൈമജ നസീർ എന്നിവർ കുറ്റപ്പെടുത്തി. പുന്നയൂർ കുഴിങ്ങര നേർച്ച കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 50 വർഷമായി വർഷം തോറും നടത്തി വരാറുള്ള ചെറുവല്ലൂർ ശൈഖ് കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ എന്ന വെളുത്ത മുസ്ലിയാരുടെ ആണ്ട് നേർച്ച ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി മൗലൂദ് പാരായണവും നേർച്ച ചോറ് വിതരണവും ഒരുക്കിയിരുന്നു. ബാദുഷ ബാക്കവി, മുഹമ്മദ് അലി മുസ്ലിയാർ, അഷ്റഫ് മൗലവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാതിമത ഭേദമന്യേ 500ഓളം പേർക്ക് ഭക്ഷണ വിതരണവും ഉണ്ടായി. ഭക്ഷണ വിതരണത്തിന് അഷ്കർ, ഷംസുദ്ദീൻ, ഫൈസൽ, മുഹമ്മദ് അലി, നിസാർ വെട്ടിപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് മഴക്കൂട്ടും മിനി MCFയിലേക്ക് ടാർപ്പായും വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കറിന്റെ ഇടപെടലിനെ തുടർന്ന് പഞ്ചായത്തിലെ 18 വാർഡുകളിലെ 36 ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വൈസ്മെൻസ് ക്ലബ് റീജിയണൽ ചെയർമാൻ ഡെന്നി ചമയമാണ് മഴക്കൂട്ടും മറ്റും നൽകിയത്. ചടങ്ങ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നിനി അയ്യപ്പ അധ്യക്ഷത വഹിച്ചു.
ഡെന്നി മുഖ്യാതിഥിയായി. വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ KM റസാഖ്, MP രാജൻ, ശൈലജ അരുൺദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, ഹെൽത്ത് ഇൻസ്പെക്ടർ അൽത്താഫ് റഹ്മാൻ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ഹരി, ഹരിതകർമ്മസേന പ്രസിഡന്റ് ഐശ്വര്യ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടഞ്ചേരി ആലിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തി. രാവിലെ 8 മുതൽ ക്ഷേത്രം തന്ത്രി ഈക്കാട്ട് മനക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ പ്രശസ്ത ജ്യോതിഷ പണ്ഡിതരായ മേഴത്തൂർ ഉണ്ണികൃഷ്ണൻ പണിക്കർ, പെരിങ്ങോട് രാജേഷ് പണിക്കർ, കുട്ടഞ്ചേരി പ്രദീപ് രാജ് പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അഷ്ടമംഗല ദേവപ്രശ്നം. രാവിലെ 6 മണി മുതൽ ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ തന്ത്രി പൂജകളുണ്ടായി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രാജേഷ്, NKC ബാലൻ, NKC ചന്ദ്രൻ, പ്രദീപ്, CV അശോകൻ, അജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള കർഷക സംഘം കുന്നംകുളം ഏരിയ സമ്മേളനത്തിന് കണ്ടാണശ്ശേരിയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി പതാക ഉയർത്തി. തുടർന്ന് സമ്മേളന പ്രതിനിധികളും നേതാക്കളും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കണ്ടാണശ്ശേരി ദോഫോർ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ ശനിയാഴ്ച നടന്ന പ്രതിനിധി സമ്മേളനം കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി അധ്യക്ഷനായി. M പീതാംബരൻ രക്തസാക്ഷി പ്രമേയവും KA അനിൽകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം സജിത കുർണി സംഘടനാ റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി KB ജയൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി, ജില്ലാ നിർവാഹക സമിതി അംഗം MN സത്യൻ, CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗവും സംഘാടക സമിതി ചെയർമാനുമായ P മുസ്തഫ എന്നിവർ സംസാരിച്ചു. സമ്മേളനത്തിൽ ഏരിയയിലെ മികച്ച കർഷകരെ ആദരിച്ചു. വൃക്ഷത്തൈകളുടെ വിതരണവും ഉണ്ടായി. റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് ശേഷം T മുകുന്ദൻ പ്രസിഡന്റ്, KB ജയൻ സെക്രട്ടറി, ഡേവിസ് മണലി ട്രഷറർ എന്നിവർ ഭാരവാഹികളായുള്ള ഏരിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഞായറാഴ്ച വൈകിട്ട് അരിയന്നൂരിൽ സജ്ജമാക്കുന്ന ബാബു M പാലിശ്ശേരിയുടെ നാമധേയത്തിലുള്ള നഗറിൽ 1000 കർഷകരെ പങ്കെടുപ്പിച്ച പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച വിജയോത്സവം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. ഉപഹാര സമർപ്പണം MLA AC മൊയ്തീൻ നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, വിവിധ സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, T സോമശേഖരൻ, കുന്നംകുളം നഗരസഭാ സെക്രട്ടറി KK മനോജ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ജനയുഗം ദിനപത്രത്തിന്റെ കുന്നംകുളം ലേഖകനായി പ്രവർത്തിച്ചു വന്നിരുന്ന KT ഷാജൻ മാസ്റ്റർക്ക് കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷനായി. തുടർന്ന് പ്രസ് ക്ലബിന്റെ ഉപഹാരം ഭരണസമിതി അംഗങ്ങൾ ചേർന്ന് ഷാജൻ മാസ്റ്റർക്ക് കൈമാറി. സെക്രട്ടറി അജ്മൽ ചമ്മന്നൂർ, ട്രഷറർ PS ടോണി, നിർവാഹക സമിതി അംഗം ജോസ് മാളിയക്കൽ, അംഗങ്ങളായ CF ബെന്നി, C സജിത്ത്, രവീന്ദ്രനാഥ് കൂനത്ത്, ബീമോൻ തുടങ്ങിയവർ സംസാരിച്ചു. KT ഷാജൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി. ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ 120 വർഷം മുൻപ് സ്ഥാപിച്ച വലിയ ദീപസ്തംഭം അറ്റകുറ്റപ്പണിക്ക് ശേഷം നവീകരിച്ച് സ്ഥാപിച്ചതിന്റെ സമർപ്പണം തിങ്കളാഴ്ച നടക്കും. വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ദേവസ്വം മന്ത്രി K മുരളീധരൻ ദീപസ്തംഭത്തിന്റെ സമർപ്പണം നിർവഹിക്കും. പരമ്പരാഗത തനിമയിൽ 1 നൂറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച ദീപസ്തംഭം കാലപ്പഴക്കത്താൽ ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് അതീവ ശ്രദ്ധയോടെയാണ് നവീകരിച്ചിരിക്കുന്നത്. ദീപസ്തംഭത്തിന്റെ പ്രധാന ഭാഗമായ 26.5 അടി ഉയരമുള്ള തടി പുതിയ തേക്കിലാണ് തീർത്തത്. ഇതിന് കൂടുതൽ ഉറപ്പും സുരക്ഷയും നൽകാനായി ഉൾഭാഗത്ത് പൈപ്പ് കേസിംഗ് ഘടിപ്പിച്ചിട്ടുണ്ട്. പഴയ ദീപസ്തംഭത്തിലുണ്ടായിരുന്ന വെള്ളോടിൽ തീർത്ത 13 തട്ടുകളും വിദഗ്ധമായി പോളിഷ് ചെയ്ത് തിളക്കം വരുത്തിയാണ് പുനഃസ്ഥാപിച്ചത്. ദീപസ്തംഭത്തിന്റെ താഴെഭാഗത്ത് 2.5 അടി ഉയരത്തിൽ പിച്ചള പൊതിഞ്ഞ് കൂടുതൽ ആകർഷകമാക്കിയിട്ടുണ്ട്. 1906 കൊല്ലവർഷം 1085 ചിങ്ങം 1 AICC പ്രസിഡന്റായിരുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമരസേനാനി ചേറ്റൂർ ശങ്കരൻ നായരാണിത് വഴിപാടായി ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. ചെന്നൈയിൽ വ്യവസായം നടത്തുന്ന സനിൽകുമാർ എന്ന ഭക്തനാണ് നവീകരണ പ്രവൃത്തി വഴിപാടായി സമർപ്പിച്ചത്. ഈ പുരാതന ദീപസ്തംഭം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലെ സുപ്രധാന അടയാളങ്ങളിലൊന്നാണ്. ആചാരപരമായ ചടങ്ങുകൾക്കും ഭക്തരുടെ സമർപ്പണങ്ങൾക്കും സാക്ഷിയായ ഈ ദീപസ്തംഭം
നവീകരണത്തിലൂടെ ഇനി ദശാബ്ദങ്ങളോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രകാശിച്ചു നിൽക്കും. കാഞ്ഞാണി പാവർട്ടി പാത പൂവത്തൂർ സെന്ററിന് സമീപം നിർത്തിയിട്ട കാറിന് പിറകിൽ മറ്റൊരു കാർ ഇടിച്ച അപകടം. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30-ഓടെയാണ് അപകടമുണ്ടായത്. 1 വയസ്സ് പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ പൂവത്തൂർ സ്വദേശികളായ 3 പേർക്ക് സംഭവത്തിൽ പരിക്കേറ്റു. മുല്ലശ്ശേരി ഭാഗത്ത് നിന്ന് വന്നിരുന്ന കാർ മറ്റൊരു വാഹനത്തിന് സൈഡ് നൽകുന്നതിനിടയിൽ വൈദ്യുതി പോസ്റ്റിന്റെ തറയിൽ ഇടിച്ചതിനെ തുടർന്ന് ടയർ പൊട്ടുകയും ഇതേ തുടർന്ന് നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ നിയന്ത്രണം വിട്ട് ഇടിക്കുകയുമായിരുന്നു. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബാലസഭ ഫെസ്റ്റിവൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങ് പ്രസിഡന്റ് റസ്ല റഹീം ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ നസിയ അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ മുനാഷ് മച്ചിങ്ങൽ, ബാലസഭ പഞ്ചായത്ത് റിസോഴ്സ് പേഴ്സൺ സുഹറ ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. അക്കൗണ്ടന്റ് സുജിത്ത് സ്വാഗതവും CDS മാറ്റ് പ്രേമാവതി നന്ദിയും പറഞ്ഞു. സമ്മർ ക്യാമ്പ് 14-ന് ഞായറാഴ്ച സമാപിക്കും. പേപ്പർ നിർമ്മാണം, ബൊക്കെ നിർമ്മാണം, പെൻ നിർമ്മാണം തുടങ്ങി വിവിധ ക്ലാസുകളാണ് 2 ദിവസത്തെ ക്യാമ്പിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 10 മുതൽ 18 വയസ്സ് വരെയുള്ളവർക്ക് വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ജില്ലാ റിസോഴ്സ് പേഴ്സൺ മിനി ആങ്കണ്ടിയൂർ ക്ലാസിന് നേതൃത്വം നൽകി. ചടങ്ങിൽ പൂച്ചെടികളുടെ വിതരണോദ്ഘാടനവും ഉണ്ടായിരുന്നു. പുന്നിയൂർക്കുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജൂൺ 14 ഞായറാഴ്ച സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പ് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ഷിബു ഉദ്ഘാടനം ചെയ്യും. കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷനാകും. പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷംസി അഷ്റഫ് എന്നിവർ പങ്കെടുക്കും. തുടർന്ന് എല്ലാ മാസവും ആദ്യത്തെ ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടക്കും. രജിസ്ട്രേഷന് 90 48 33 27 33 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. നമ്പർ ആവർത്തിക്കാം: 90 48 33 27 33. മാസത്തിലെ എല്ലാ 2ാമത്തെ ചൊവ്വാഴ്ചകളിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പും 3ാമത്തെ ചൊവ്വാഴ്ചകളിൽ സൗജന്യ കിറ്റ് വിതരണവും കുടുംബ സംഗമവും എല്ലാ തിങ്കളാഴ്ചയും സൗജന്യ അക്യുപങ്ക്ചർ പരിശോധനയും നടക്കുന്നുണ്ടെന്ന് ഭാരവാഹികളായ കാരുണ്യം ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ, P ഷംസുദ്ദീൻ, ഷെറീഫ് പണ്ടോത്തയിൽ, P അബൂബക്കർ എന്നിവർ അറിയിച്ചു. എലവള്ളി സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. തിരുനാളിന്റെ ഭാഗമായി ദേവാലയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം ഫാദർ സാജൻ വടക്കൻ നിർവഹിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുനാൾ ദിനമായ ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ സെബി കുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ലതീഞ്ഞ നൊവേന, തുടർന്ന് പ്രദക്ഷിണവും ഊട്ടുനേർച്ച വിതരണവും ഉണ്ടാകും. പയ്യൂർക്കാവ് ഭാരത് ആർമി ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ SSLC, +2, LSS പരീക്ഷകളിൽ ഉന്നത വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെ പുരസ്കാരം നൽകി ആദരിച്ചു. ഭാരതത്തിലെ ധീര ജവാന്മാർക്ക് ആദരം അർപ്പിച്ച് പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങ് ആരംഭിച്ചത്. പ്രോഗ്രാം കോർഡിനേറ്റർ വിജയൻ പളിയാശ്ശേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആദര ചടങ്ങ് ചൂണ്ടൽ പഞ്ചായത്ത് അംഗം അനീഷ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ K പങ്കജാക്ഷൻ, ചൂണ്ടൽ പഞ്ചായത്ത് മോഡൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ബാലചന്ദ്രൻ പൂലോത്ത്, ഭാരത ആർമി ഫാൻസ് രക്ഷാധികാരി സുരേഷ് കൃഷ്ണ, സുധാകരൻ പാലിയത്ത്, C സജീവ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണത്തിന് കോർഡിനേറ്റർ സുരേഷ് മാരാത്ത് വളപ്പിൽ, അംഗങ്ങളായ ഉണ്ണികൃഷ്ണൻ പാലിയത്ത്, P ബാലചന്ദ്രൻ, V രാധാകൃഷ്ണൻ, രാജു ഇരുപ്പശ്ശേരി, AV രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. 2026 ഫിഫ വേൾഡ് കപ്പിന് വരവേറ്റ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ വിളംബര ഘോഷയാത്രയും ഷൂട്ടൌട്ട് മത്സരവും നടത്തി. കേച്ചേരി സെൻട്രൽ നടന്ന ഷൂട്ടൌട്ട് മത്സരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശൈല പുഷ്പാകരൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, പഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, കായിക അധ്യാപകർ, കായിക താരങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ഘോഷയാത്രയിൽ പങ്കാളികളായി. ഷൂട്ടൌട്ട് മത്സരത്തിൽ KFA അക്കാദമി അംഗം മുഹമ്മദ് യാസിൻ വിജയിച്ചു. ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിലേക്ക് ലോകം ഉണരുമ്പോൾ അർജന്റീനയോടുള്ള തന്റെ അടങ്ങാത്ത ആരാധന പ്രകടിപ്പിക്കാൻ വ്യത്യസ്തമായ ഒരു മാർഗം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഗുരുവായൂർ സ്വദേശിയായ ഷഹസാദ്. അർജന്റീനയുടെ വർണ്ണങ്ങൾ പൂർണ്ണമായും പതിപ്പിച്ച മിനി കൂപ്പർ കാറുമായി ഷഹസാദ് നിരത്തിലിറങ്ങിയപ്പോൾ അത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി.
അയർലൻഡിൽ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിയായ ഷഹസാദ് അടുത്ത മാസം പഠനത്തിനായി മടങ്ങാനിരിക്കെയാണ് തന്റെ പ്രിയപ്പെട്ട ടീമിനോടുള്ള സ്നേഹം ഈ രീതിയിൽ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചത്. കുടുംബവും കടുത്ത അർജന്റീന ആരാധകരാണെന്ന് ഷഹസാദ് പറഞ്ഞു. ഉപ്പയും ഉമ്മയും കൊച്ചനുജനും ഉൾപ്പെടെയുള്ള കുടുംബത്തിന്റെ പരിപൂർണ പിന്തുണ ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. ഇന്നലെ വാഹനം നിരത്തിലിറക്കിയതോടെ ആരാധകരുടെ വലിയ തിരക്കാണ് ദൃശ്യമായത്. ലയണൽ മെസ്സിയുടെ ജേഴ്സി അണിഞ്ഞ് ഈ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റും സെൽഫി എടുക്കാൻ തടിച്ചുകൂടുന്ന ആരാധകരെ കാണുന്നത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണെന്ന് ഷഹസാദ് പറയുന്നു. ഇത് നമ്മൾ വേൾഡ് കപ്പിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോ മെസ്സിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ, പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ചെയ്തു. പിന്നെ വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ്, അങ്ങനെ ചെയ്തതാ. പിന്നെ ആൾക്കാരൊക്കെ റെസ്പോൺസ് ഒക്കെ ഭയങ്കര രക്ഷയില്ല. പിള്ളേരും എല്ലാരും വന്നിട്ട് ഫോട്ടോ എടുക്കാനാണെങ്കിലും പിള്ളേരൊക്കെ പിന്നാലെ ഓടി വന്ന് ഫോട്ടോ എടുക്കുമ്പോ ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം. പിന്നെ എല്ലാരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ജയിക്കട്ടെ, അർജന്റീന ജയിക്കട്ടെ. സ്വിഫ്റ്റ് പോലെയുള്ള വാഹനങ്ങളിൽ പലരും സ്റ്റിക്കറുകൾ പതിക്കാറുണ്ടെങ്കിലും ഒരു മിനി കൂപ്പറിൽ ഇത്തരമൊരു പരീക്ഷണം ഇതാദ്യമായിട്ടാണ്. ഷഹസാദിന്റെ ഈ വേറിട്ട മാതൃക കണ്ട് ബ്രസീൽ, പോർച്ചുഗൽ, ജർമ്മനി, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ ആരാധകരും തങ്ങളുടെ വാഹനങ്ങളിൽ ആ രാജ്യങ്ങളുടെ നിറങ്ങൾ നൽകാനുള്ള തിരക്കിലാണ്. ലോകകപ്പ് ഫുട്ബോൾ അവസാനിക്കുന്നതോടെ കാർ പഴയ രൂപത്തിലേക്ക് മാറ്റുമെന്ന് ഷഹസാദ് വ്യക്തമാക്കി. പുന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എടക്കഴിയൂർ ഭിന്നശേഷി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് ഡയറക്ടർ അബ്ദുൽ സലീം കുന്നമ്പത്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷാനിഫ് കിഴക്കേത്തറ മുഖ്യാതിഥിയായി. രക്ഷിതാക്കളെ പ്രതിനിധീകരിച്ച് ഹനീഫ പുന്നയൂർ, ബൽക്കീസ് ഖാലിദ്, ബാങ്ക് ഡയറക്ടർമാരായ ഷാജഹാൻ, അഞ്ജന പൂവത്ത് എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപിക ജാൻസി സ്വാഗതവും പുന്നൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ലേഖ വിജയൻ നന്ദിയും പറഞ്ഞു. എരുവപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ രോഗികൾക്ക് വേണ്ടി അമ്പലപ്പാട്ട് ഗോപാലമേനോൻ ട്രസ്റ്റ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ നൽകി. ട്രസ്റ്റ് പ്രതിനിധി അമ്പലപ്പാട്ട് മണികണ്ഠൻ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ടോണിക്ക് കൈമാറി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിജി ജോൺ, വാർഡ് മെമ്പർ NK കബീർ, പെയിൻ ആൻഡ് പാലിയേറ്റീവ് നഴ്സ് ഉഷാദേവി എന്നിവർ സംബന്ധിച്ചു. ചാവക്കാട് നഗരസഭ കുടുംബശ്രീ മോഡൽ CDSന്റെ നേതൃത്വത്തിൽ ബാലസഭ ഫെസ്റ്റിവൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ NK പ്രസന്ന അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിഷ മത്രങ്കോട്ട്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH സലാം, ബ്ലോക്ക് കോർഡിനേറ്റർ വിശ്വജിത്ത്, റിസോഴ്സ് പേഴ്സൺ സുനിത, നഫല, ഉപസമിതി കൺവീനർമാരായ ഫൗസിയ, സ്റ്റെപ്ന, അക്കൗണ്ടന്റ് ജെറീന, CDS അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDS വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം സ്വാഗതവും ഉപസമിതി കൺവീനർ ഷിനി നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും നൊവേനയ്ക്കും വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. സിലോണിൽ നിന്ന് പൂർവികർ കൊണ്ടുവന്ന വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം തിരുനാൾ കൺവീനർ EA ജോർജ് ലോറൻസ് ഏറ്റുവാങ്ങി. തുടർന്ന് അലങ്കരിച്ച രൂപക്കൂട്ടിൽ പ്രദർശിച്ചു. പാചകത്തിനായുള്ള ആശീർവദിച്ച അഗ്നി ജോഷി പഴുന്നാന ഏറ്റുവാങ്ങി. വൈകിട്ട് കുർബാനയും നൊവേനയും പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. തിരുകർമ്മങ്ങൾക്ക് ശേഷം ഊട്ടുസദ്യയും ഒരുക്കിയിരുന്നു. ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ ജോഷി പാലിയേക്കര നേതൃത്വം നൽകി. പുന്നൂർക്കുളം പെരിയമ്പലം സുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്ര മാതൃസമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സൗരവ് സനിലിനെ ആദരിക്കലും നടത്തി. ശനിയാഴ്ച വൈകിട്ട് ക്ഷേത്രാങ്കണത്തിൽ നടത്തിയ ചടങ്ങ് പുന്നൂർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ് ഉദ്ഘാടനം ചെയ്തു. മാതൃസമിതി പ്രസിഡന്റ് പ്രിയ ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ മിലിറ്ററിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട പെരിയമ്പലം സ്വദേശി ചെക്കൻ പൊന്നത്ത് സനൽകുമാർ സുമിത്ര ദമ്പതികളുടെ മകൻ സൗരവ് സനലിനെ ചടങ്ങിൽ ആദരിച്ചു. മുനിക്കക്കടവ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ സിവിൽ പോലീസ് ഓഫീസർ KN നിതിൻ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നയിച്ചു. വാർഡ് മെമ്പർമാരായ സെലീന മൊയ്തീൻ, ഷമീറ സക്കറിയ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ തട്ടകത്ത്, സെക്രട്ടറി സന്തോഷ്, മാതൃസമിതി രക്ഷാധികാരി ജയന്തി ശശീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. മാതൃസമിതി സെക്രട്ടറി പ്രസീത സുഭാഷ് സ്വാഗതവും ട്രഷറർ ശോഭന നന്ദിയും പറഞ്ഞു. എനോറ UAEയുടെ സൗഹൃദ സംഗമവും കേരള ചാപ്റ്ററിന്റെ ഔദ്യോഗിക ലോഞ്ചിങ്ങും എടക്കഴിയൂരിൽ സംഘടിപ്പിച്ചു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം ഉദ്ഘാടനം ചെയ്തു. എനോറ കേരള ചാപ്റ്റർ പ്രസിഡന്റ് കമറുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SSLC+2 വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. എനോറയുടെ സജീവ പ്രവർത്തകനായിരുന്ന മുഹമ്മദ് ലത്തീഫിനെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MK ഷഹർബാൻ, 11ാം വാർഡ് മെമ്പർ സീനത്ത്, ഖത്തർ എനോറ പ്രതിനിധികളായ
ബാബു പണ്ടിരിക്കൽ, ഫൈസൽ പരിപ്പിൽ, ബക്കർ ആയത്തിൽ, ലൈഫ് കെയർ പ്രതിനിധി മുജീബ് പുളിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കടവലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ അറബിക് അധ്യാപക തസ്തികയിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ഒഴിവുണ്ട്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി 16-ാം തീയതി ചൊവ്വാഴ്ച അഭിമുഖത്തിനായി സ്കൂളിൽ ഹാജരാകണമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 13,620 രൂപ, സ്വർണം പവന് 1,08,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചർമ്മം പഴഞ്ഞി അയ്യൂർ കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ പരേതനായ ഈനാശുവിന്റെ ഭാര്യ താണ്ടമ്മ നിര്യാതയായി. 89 വയസ്സായിരുന്നു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് റിട്ടയർഡ് LD ക്ലർക്കാണ് പരേത. റിന്ന മകനാണ് സംസ്കാരം നടത്തി. ചിറ്റാട്ടുകര മാനത്തിൽ റോഡിൽ താമസിക്കുന്ന അന്തിക്കാട്ട് പൗലോസ് മകൻ വർഗീസ് നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാരം ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ നടന്നു. എൻസ, ആവില, എമിലി, മിലൻ എന്നിവർ മക്കളാണ്. മറ്റം പരേതനായ കണ്ണനായ്ക്കൽ ജോസഫ് ഭാര്യ മേരി നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ദേവസി, റൂസിലി, ആലിസ്, ഫ്രാൻസിസ്, ആന്റണി, വിൻസെന്റ്, എൽസി, ഷാജി, ജോഷി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. തൃശൂർ ജില്ലയിലും ഷിഗല്ല ആശങ്ക. വടക്കാഞ്ചേരി മംഗലം സൗത്ത് കനാൽ പാലം പരിസരത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യവകുപ്പ്. പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചാലിശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക സംവിധാനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് ആധുനികവൽക്കരിക്കുമെന്ന് VT ബൽറാം MLA. കുന്നത്ത് ആശുപത്രി എന്ന മുൻകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ചാലിശ്ശേരി CHCയെ ഹൈടെക് സംവിധാനത്തിലേക്ക് ഉയർത്തുവാൻ ത്വരിതഗതിയിലുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കുമെന്നും MLA. ആവേശത്തിരയിളക്കി 23-ാം ഫിഫ ലോകകപ്പ് ടൂർണമെന്റ് തുടരുന്നു. വിവിധങ്ങളിൽ വിളംബര ഘോഷയാത്രയും ഷൂട്ടൌട്ട് മത്സരങ്ങളും സജീവം. അർജന്റീനയുടെ വർണ്ണങ്ങൾ പൂർണ്ണമായും പതിപ്പിച്ച മിനി കൂപ്പർ കാറുമായി ഷഹസാദിന്റെ ആവേശയാത്ര. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കുന്നംകുളം കാണിയമ്പാൽ CC പാത്തുക്കുട്ടി ഗുരുക്കളുടെ 10ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.